വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് 2 തരം പച്ചടികളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ വെള്ളരി വെച്ചിട്ടൊരു പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അടുത്തത് ബീട്രൂട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് വെള്ളരി വെച്ചിട്ട് എങ്ങനെ പച്ചടി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം വെള്ളരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി ചെറിയ പീസസായിട്ടൊന്ന് അരിഞ്ഞു വെക്കണം. ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മുറി തേങ്ങ ചിരവിയതാണ്. അതുപോലെ 2 വലിയ പച്ചമുളക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കടുക്. നമ്മളിങ്ങനെ പച്ചക്കടുക് ചേർത്തിട്ടാണ് ഈ തേങ്ങ അരപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തൈരാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ വെള്ളരി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ വെള്ളരി വേവാൻ ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിത് വെള്ളരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മാത്രം മതി. ഒരു പകുതി മുക്കാൽ വേവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. അതുപോലെ നമ്മൾ ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ചെയ്യും. ഇപ്പോൾ ഇതാവുന്ന വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 1-2 മിനിറ്റിന് ശേഷം ചെറുതായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായി നമ്മളിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളരി പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വെള്ളരി പച്ചടി തയ്യാറാക്കി കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ പോവുകയാണ്. ഇതും വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളിത് ചെറിയ പീസസ് ആക്കി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് വെക്കണം. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 മുറി തേങ്ങ ചിരവിയതാണ്. കൂടെ നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തൈരും തേങ്ങയും പച്ചമുളക്, കടുക് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതാ പേസ്റ്റ് രൂപത്തിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ബീട്രൂട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇനി പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 2 പേസ്റ്റും കൂടി നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണയിൽ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഈ 2 പച്ചടിയും തയ്യാറാക്കിയെടുക്കാനായിട്ട്. വളരെ കുറച്ച് സമയം മാത്രം മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. താങ്ക് യു.